ഹലോ എവരിവൺ. അപ്പം കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ നേവി ഡേ പവലിയനിൽ പോയി കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻസിന് ടിക്കറ്റ് പാസ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പം അതിനകത്ത് പിന്നെയും കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വേണമെന്ന് തോന്നി. ഈ പാസിനകത്ത് തന്നെ രണ്ട് QR കോഡുകളുണ്ട്. ഒന്ന് ഇൻസ്ട്രക്ഷൻസും ഒന്ന് പാർക്കിംഗ് സ്ലോട്ട് എവിടെയാണെന്ന് അറിയാനുള്ളതും. അപ്പോൾ ഇത് രണ്ടും സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതിനകത്ത് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ കണ്ട 2 പേജസിലുള്ളത്. അതൊന്ന് പോസ്റ്റ് ചെയ്ത് എല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് വേണം ഇന്ന് പ്ലാൻ ചെയ്ത് എല്ലാവരും പോകാൻ. പിന്നെ പവലിയനിൽ പാസ് കിട്ടാത്തവരാണെങ്കിൽ ഇതുപോലെ ബീച്ചിൻ്റെ സൈഡിൽ നിന്നും റോഡിൻ്റെ സൈഡിൽ നിന്നും കാണാൻ പറ്റും. അവിടെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പോകാം, പക്ഷേ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഇപ്പം ട്രാഫിക് റെസ്ട്രിക്ഷൻസ് തുടങ്ങുന്ന 12 മണി മുതലാണ്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. പിന്നെ മാക്സിമം 2 വീലേഴ്സിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ ഈ ട്രാഫിക്കിൽ. നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ഫ്രണ്ടിലാണ് നോർമലി ഇവർ ഒരു ടേൺ പ്ലാൻ ചെയ്യുന്നത്. വലിയതുറ വഴി വരുവാണെങ്കിൽ അവിടെ ഒരു ടേൺ ചെയ്തിട്ട് അവിടെ വരെ വണ്ടി പോകത്തുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ നടന്ന് പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് 2 വീലേഴ്സിൽ വന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബീച്ചിലെത്തും. അപ്പം ബീച്ചിൽ നിന്ന് ഇത് കാണാം, അതുപോലെ തന്നെ തിരിച്ചും വരാം. അപ്പം പോകുന്നവർ വെള്ളവും അതുപോലെ കുടയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവിടുന്ന് വിഷ്വൽസ് എല്ലാം കാണാം. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു 7 മണിയോടെ ആയിരിക്കും എല്ലാം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 7 മണി വരെ നിന്ന് കഴിഞ്ഞാൽ രാത്രിയിലുള്ള ഷിപ്സിൻ്റെ ഇലൂമിനേഷനും ഷൂട്ടിങ്ങും വരെ കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് എല്ലാവരും പോകണം. താങ്ക് യു.